ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് വീണ്ടും മൂന്നാമതും കേരളം LDF ഭരിക്കുമെന്ന് മുൻ മന്ത്രിയും MP-യുമായ കെ രാധാകൃഷ്ണൻ കേരളശ്ശേരി പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF-നെ എഴുതിത്തള്ളാമെന്ന് പറഞ്ഞവർക്കുള്ള തിരിച്ചടി കൂടിയായിരിക്കണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിന്റെ ചരിത്രം വീണ്ടും തിരുത്തിക്കുറിച്ചുകൊണ്ട് മൂന്നാം വട്ടവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നമ്മുടെ കേരളത്തിൽ ചെയ്യാറുണ്ട്. വെറുതെ വ്യാമോഹമല്ല. എന്തുകൊണ്ടാണ് വരും എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയുന്നത്? നമുക്കറിയാം, ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ളത്. ആ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ട് എന്ന് വെറുതെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ആ ഇടതുപക്ഷ ഗവൺമെന്റ് വ്യത്യസ്ത രീതിയിലാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കിക്കൊണ്ടാണ് ആ ഗവൺമെന്റ് 10 വർഷം തികയ്ക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം അധികാരത്തിൽ വരാൻ വേണ്ടി 2016 പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പിലാക്കി എന്നെല്ലാം നമ്മൾ പരിശോധിച്ചു. 2016 അധികാരത്തിൽ വരാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം എത്ര കണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കി നമ്മൾ 2021 ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെതിരായിക്കൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം ചെയ്തില്ല എന്നും ആരും പറഞ്ഞ് ആ ഗവൺമെന്റിനെതിരായിട്ട് യാതൊരു പ്രക്ഷോഭം ഉണ്ടാക്കി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ വാഗ്ദാനം നൽകി നടപ്പിലാക്കിയെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എൻ്റെ വിശദാംശത്തിലേക്ക് കടക്കുകയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറ്റു മുന്നണിയെ പോലെ മറ്റു പാർട്ടികളെ പോലെ അല്ല. ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളവരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാന ലംഘനം നടത്തില്ല. വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ ആ വാഗ്ദാനം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം കാണിക്കുക. ഒരു കാരണവശാലും വാഗ്ദാന ലംഘനം നടത്തില്ല. അങ്ങനെ ഞാൻ പ്രസംഗിച്ച ഒരു സ്ഥലത്തേക്ക് നമ്മുടെ കേൾക്കാൻ ചെയ്യാം. രാജഗോപാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി CR സജീവ്, CPM ലോക്കൽ സെക്രട്ടറി PC ജയരാജ് എന്നിവർ സംസാരിച്ചു. കുണ്ടളശ്ശേരിയിൽ നിന്നും ആരംഭിച്ച റാലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റാലിയും പ്രകടനവും.